ബെർലിൻ സീരീസിലെ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർ ദയവായി കണ്ടിട്ട് വരിക. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഫാദർ ചാലിസ് എടുത്തിട്ട് പോയി. എന്തു ചെയ്തിട്ടായാലും ആ ചാലിസ് തിരിച്ചു കൊണ്ടുവരണമെന്ന് റോയിയെ പറഞ്ഞേൽപ്പിക്കുന്നു. ബെർലിൻ ആ ഹോട്ടലിൽ നിന്നും നേരെ താഴെ എത്തി. അപ്പോഴേക്ക് കമീല പ്രോഗ്രാമിന് പോകാനായിട്ട് കാറിനടുത്തേക്ക് എത്തി. ഉടൻ തന്നെ ബെർലിൻ കമീലയെ വിളിച്ചു. ഞാൻ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിപ്പോയി നമ്മുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ബെർലിനെ കണ്ട കമീല ഞെട്ടി നിൽക്കുകയാണ്. ബെർലിൻ പറഞ്ഞു, നമ്മൾ അന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ഫ്രണ്ട് കയറി വന്നതിനാലാണ് എനിക്ക് നമ്മൾ തമ്മിലുള്ള ടോക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നത്. സത്യത്തിൽ ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. ഉടൻ തന്നെ കമീല പറഞ്ഞു, ഞാനൊരു പ്രോഗ്രാമിന് പോകാൻ ഇറങ്ങിയതാണ്. ഇനിയും നിന്നാൽ താമസിക്കും. എന്തായാലും നിങ്ങൾ എവിടെയാണല്ലോ താമസിക്കുന്നത്, നമുക്ക് കാണാം. ബെർലിൻ പറഞ്ഞു, എങ്കിൽ ആ പ്രോഗ്രാമിന് ഞാനും കൂടെ വന്നോട്ടെ. കമീല ചിരിച്ചുകൊണ്ട് വരാൻ പറയും. അവരുടെ കാർ മുന്നിലോട്ട് പോകുമ്പോൾ അങ്ങോട്ടേക്ക് കാമറോൺ ഒരു 2 വീലറിൽ വരും. കാമറോൺ മുകളിലെത്തും. റോയ് ചോദിച്ചു, ബൈക്ക് കൊണ്ടുവന്നു. കാമറോൺ ചോദിച്ചു, ഈ ബൈക്കുമായിട്ട് എവിടെയാണ് പോകുന്നത്? റോയ് പറഞ്ഞു, ഫാദറുടെ കയ്യിൽ നിന്ന് ചാലിസ് തിരിച്ചെടുക്കാനായിട്ട് ബെർലിൻ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. കാമറോൺ ചോദിച്ചു, നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? റോയ് പറഞ്ഞു, ഫാദർ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ ചാലിസ് തട്ടിപ്പറിച്ച് ബൈക്കിൽ രക്ഷപ്പെട്ടാൽ മതിയല്ലോ. കാമറോൺ തിരിച്ചു ചോദിച്ചു, ഈ 2 കൈ കൊണ്ട് നീ എന്തൊക്കെ ചെയ്യും? നിന്റെ കൂടെ ഞാനും വരാം. ബൈക്ക് ഓടിക്കുന്നതിൽ ഞാനൊരു കില്ലാടിയാണ്. റോയ് ചോദിച്ചു, പിന്നെ ആര് ഈ റൂമിലിരുന്ന് മോണിറ്റർ വാച്ച് ചെയ്യും? കാമറോൺ ആ മോണിറ്റർ നോക്കിയിട്ട് പറഞ്ഞു, നിലവിലിപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. ആ വീട്ടിൽ ആരെങ്കിലും തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാലിസുമായി തിരിച്ചു വരുമല്ലോ. റോയ് കാമറോണിനെ തന്റെ ഒപ്പം വരാനായി സമ്മതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ആ റൂമിൽ നിന്ന് ഇറങ്ങി ആ ഹോട്ടലിന്റെ പുറത്തേക്ക് എത്തും. അവർ അവിടെ നിന്ന് നേരെ ഫാദർ താമസിക്കുന്ന സ്ട്രീറ്റിന്റെ ഭാഗത്ത് വെയിറ്റ് ചെയ്യും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഫാദർ ഒരു ട്രോളി ബാഗും ചാലിച്ച് വെച്ചിരിക്കുന്ന ബാഗുമായിട്ട് പുറത്തു വരും. റോയ് പറഞ്ഞു, ബൈക്ക് സ്പീഡിന് ഓടിച്ചു പോയാൽ മതി. ഫാദറുടെ കയ്യിൽ നിന്നും ആ ചാലിസടങ്ങിയ ബാഗ് ഞാൻ പിടിച്ചു വാങ്ങിച്ചോളാം. ഉടൻ തന്നെ ക്യാമറോൺ ഗിയർ മാറി വണ്ടി സ്പീഡിനെടുക്കും. ഇച്ചിരി മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ റോയ് പറയും, നിർത്താൻ. ക്യാമറോൺ ഉടൻ തന്നെ വണ്ടി നിർത്തും. കാരണം അപ്പോഴേക്കും ഫാദറുടെ അടുത്തേക്ക് ചർച്ചിൽ ജോലി ചെയ്യുന്ന സിമ്പന്തികൾ, ആ സിമ്പന്തികൾ ഫാദറോട് എന്തോ സംസാരിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഫാദർ ഒരു ടാക്സി വിളിക്കും. റോയ് പറഞ്ഞു, ഇപ്പോൾ തന്നെ നീ വണ്ടി എടുത്തോളൂ. വീണ്ടും ക്യാമറോൺ ബൈക്ക് സ്പീഡിന് മുന്നിലോട്ടെടുക്കും. റോയ് ഫാദറുടെ കയ്യിലെ ആ ചാലിസടങ്ങിയ ബാഗ് പിടിച്ചു പറിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ ബാഗ് വിടാതെ ബൈക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ബാഗിൽ തൂങ്ങി പിടിച്ചു കിടക്കും ഫാദർ. ഇത് കാണുന്ന സിമ്പന്തികളിൽ ഒരാൾ ഒരു ക്യാൻ എടുത്ത് ക്യാമറോണിന്റെ നേർക്കറി. ബാലൻസ് തെറ്റി അവർ രണ്ടുപേരും ബൈക്കിൽ നിന്ന് വീഴും. ചാലിസടങ്ങിയ ബാഗ് കുറച്ച് മുന്നിലേക്കും വീഴും. ആ ബാഗ് എടുക്കാനായി പോയ ഒരു സിമ്പന്തിയെ റോയ് കൈകാര്യം ചെയ്യും. ആ സമയത്തിന് ക്യാമറോൺ പോയി ബാഗ് എടുത്ത് ക്യാമറോണും റോയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. മറ്റൊരു സിമ്പന്തി ബൈക്കും എടുത്ത് റോയിയുടെ ഇടികൊണ്ട് വീണ സിമ്പന്തിയെയും കയറ്റി അവരെ ചേസി. അവർ ഓടി സ്ട്രീറ്റിൽ ഒരു വിവാഹ പാർട്ടി നടക്കുന്നു. അതിന്റെ ഇടയ്ക്കിലോട്ട് കയറി ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോഴേക്ക് ഫാദറിന്റെ സിമ്പന്തികൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവർ ആ കാറുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു ഫ്യൂണറൽ നടക്കുന്ന കാരണം ആ സ്ട്രീറ്റ് ബ്ലോക്ക് ആയിരുന്നു. അതിനാൽ ആ കാർ അവിടെ ഉപേക്ഷിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഗ്യാരേജ്. അങ്ങോട്ടേക്ക് അവർ ഇറങ്ങി. സിമ്പന്തികൾ ബൈക്കിൽ പാഞ്ഞെത്തി നോക്കിയെങ്കിലും റോയും ക്യാമറോണും വന്ന കാർ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്നത് കാണാം. റോയിയുടെ കയ്യിൽ നിന്നും ഇടികിട്ടിയ സിമ്പന്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്യാരേജ് കണ്ടു. അവർ ഉടൻ തന്നെ ബൈക്ക് വളച്ച് ആ ഗ്യാരേജിലേക്ക് കയറും. റോയും ക്യാമറോൺ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സിമ്പന്തികൾ താഴെ എത്തി എല്ലായിടത്തും പരിശോധിക്കാൻ തുടങ്ങി. ക്യാമറോൺ പറഞ്ഞു, നമ്മൾ ഇവിടെ നനങ്ങിയാൽ ശബ്ദം കേട്ട് അവർ നമ്മളെ പിടിക്കും. റോയ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ നിൽക്കുന്നത് 107-ാമത്തെ പില്ലറിന്റെ അവിടെയാണ്. നമ്മൾ രണ്ടുപേര് 2 ദിശയിലേക്ക് പോകുന്നു. 123-ാമത്തെ പില്ലറിൽ മീറ്റ് ചെയ്യും. റോയ് അവിടെ നിന്ന് മെല്ലെ മെല്ലെ നടന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെത്തി എല്ലാ കാറിൽ തട്ടി അലാറം ഓണാക്കും. ഇത് കണ്ടു നിന്ന ക്യാമറോണും അതേമാതിരി തന്നെ എല്ലാ കാറിലും തട്ടി അലാറം ഓണാക്കും. അങ്ങനെ അവർ രണ്ടുപേരും 2 ഡയറക്ഷനിലൂടെ വന്ന് കണ്ടുമുട്ടും. റോയ് ഒരു കാർ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറയും. ഇതൊരു പഴയ കാർ ആയതിനാൽ അലാറം ഉണ്ടാവത്തില്ല എന്നാണ് റോയ് കരുതുക. ഡോർ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി ഇഗ്നിഷൻ പാർക്ക് ചെയ്ത് ഓണാക്കാൻ നോക്കും. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അതിൽ അലാറം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ സിമ്പന്തികളിൽ ഒരാൾ അത് ശ്രദ്ധിക്കും. സിമ്പന്തി വരുന്നത് കണ്ടിട്ട് റോയ് ക്യാമറോണോട് ബാക്കിലത്തെ സീറ്റിൽ പോകാൻ പറയും. റോയും ക്യാമറോണും ബാക്കിലത്തെ സീറ്റിൽ ഒളിച്ചിരിക്കും. സിമ്പന്തി അത് വലിയ കാര്യമാക്കാതെ മുന്നോട്ട് നടക്കും. കുറച്ചു നേരമായി റോയും ക്യാമറോണും ആ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ ആ സിമ്പന്തികൾ പോയി കാണുമെന്നാണ് കരുതിയത്. റോയും ക്യാമറോണും ഇറങ്ങി മറ്റൊരു കാർ സ്പാർക്ക് ചെയ്ത് ഓണാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ആ സിമ്പന്തികൾ അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. അവർ എമർജൻസിക്ക് വെച്ചിരിക്കുന്ന ആക്സ് എടുത്ത് ആ കാറിന്റെ പിന്നിലത്തെ ടയർ പൊട്ടിക്കും. കൺട്രോൾ വിട്ട് ആ കാർ മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കും. വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ട റോയും ക്യാമറോണും ആ കാറിൽ നിന്ന് ഇറങ്ങി ചാലിസുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോഴേക്കും റോയിയുടെ ഇടികൊണ്ട സിമ്പന്തി തീയണയ്ക്കാനായി വെച്ചിരിക്കുന്ന വാട്ടർ പൈപ്പുമായിട്ട് വരും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ അതിന്റെ വാൽവ് ഓപ്പൺ ആക്കും. ആ പൈപ്പിലൂടെ ഹൈ പ്രഷറിൽ വെള്ളം പുറത്തേക്ക് ചീറ്റും. ഇത് നേരെ റോയുടെയും ക്യാമറോണിന്റെ ദേഹത്തേക്ക്. അവരുടെ കയ്യിൽ നിന്ന് ചാലിസ് തെറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന സിമ്പന്തിയുടെ കയ്യിലെത്തും. ഇതിനിടയ്ക്കൂടെ തന്നെ റോയും ക്യാമറോണും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ചാലിസ് സിമ്പന്തികളുടെ കയ്യിൽ. അതേസമയം ബെർലിനും കമേലിയും കോൺസേർട്ടിലെത്തും. ആ പ്രോഗ്രാം എല്ലാം ആസ്വദിച്ചു നിൽക്കുകയാണ്. കമേലി ബെർലിനുമായിട്ടുള്ള കമ്പനി എൻജോയ് ചെയ്തു തുടങ്ങി. കമേലി അത് ബെർലിനോട് പറയും, ഞാൻ ഒരിക്കലും
പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത്രയും ജെല്ലാവുമെന്നുള്ള കാര്യം. ബെർലിൻ അതിന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും ഞാൻ വെൽ ഡ്രസ്ഡ് ആയിട്ടേ പോകത്തുള്ളൂ. ബെർലിൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളിൽ ഒന്നാണ് ഇത്. അത് കഴിഞ്ഞ് അവർ ഒരു കാറിൽ തിരിച്ച് ഹോട്ടലിലേക്ക്. അതുപോലെ തന്നെ റോയിയും കാമറൂണും വളരെയധികം വിഷമത്തോടെ മറ്റൊരു കാറിൽ ഹോട്ടലിലേക്ക്. ബെർലിനും കമേലിയും ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തും. ബെർലിൻ പറഞ്ഞു, ഇതുപോലൊരു പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോകണമെങ്കിൽ മുൻകൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞാലല്ലേ എനിക്ക് ഒരുങ്ങി നിൽക്കാൻ പറ്റൂ. പക്ഷേ വിളിച്ച് പറയാൻ ഫോൺ നമ്പർ എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ല. ഉടനെ കമേലി ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് തുറന്ന് ഒരു പേനയെടുത്ത് ബെർലിന് കൊടുക്കും. എന്നിട്ട് ഇടത്തെ കൈ നീട്ടിക്കൊടുക്കും. ബെർലിൻ അവിടെ അയാളുടെ ഫോൺ നമ്പർ എഴുതും. കമേലിക്കും ബെർലിനോട് ചെറിയൊരു സ്പാർക്ക് അടിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയും. അതേസമയം ഹോട്ടലിൽ ബ്രൂസ് വന്ന് കെയില ഡോറിൽ തട്ടി വിളിക്കും. എന്നിട്ട് ചോദിച്ചു, കാമറോണിനെ കണ്ടായിരുന്നോ? എന്റെ ബൈക്ക് ഇന്ന് അവൾ എടുത്തിട്ട് പോയായിരുന്നു. ഇതുവരെ എന്റെ ബൈക്കുമില്ല, അവളെ കണ്ടതുമില്ല. കെയില മറുപടി പറഞ്ഞു, ഞാനും അവളെ തന്നെയാണ് കാത്തിരുന്നത്. ഇന്നേ ദിവസം കണ്ടിട്ടില്ല. കാമറോൺ വരുമ്പോൾ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് ബ്രൂസ് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ ഒരു കോഫി ഷോപ്പിൽ റോയും കാമറോണും ഇരിക്കുന്നു. ഡാമിയൻ ഒരു ബാഗുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ ഫാദറെ 30 മീറ്റർ വലിച്ചുകൊണ്ടുപോയി. അതിനാൽ അദ്ദേഹത്തിന് ഒരുപാട് പരുക്കുകളുണ്ട്. പാർക്കിംഗ് സ്പേസിൽ കയറി അവിടത്തെ കാറുകൾ മിക്കതും ഡാമേജ് ആക്കി. ഒരു വെഡിങ്, ഒരു ഫ്യൂണറൽ കോളമാക്കി. നിങ്ങളോട് ആരാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? റോയ് പറഞ്ഞു, ആ ചാലിസ് തിരിച്ചെടുക്കാനായിട്ട് ബെർലിൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കാമറോൺ പറഞ്ഞു, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ആ ഫാദറുടെ സിമ്പന്തികൾ ഉള്ളത് കാരണമാണ് ചാലിസ് കൈമോശം വന്നത്. ഡാമിയൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ മിറാക്കിൾ നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ഈ സമയം ഇവിടുത്തെ ജയിലിലായേനെ. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് തുറന്ന് കാണിക്കും. ചാലിസ് അതിനകത്തിരിക്കുന്നു. റോയും കാമറോണും ഞെട്ടി. ഇതെന്താ സംഭവിച്ചത്? ഡാമിയൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഫാദർ എന്നെ കാണാൻ വന്നിരുന്നു. നമ്മൾ അവിടെ ഡിഗ് ചെയ്യുന്നത് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചാലിസുമായി പോകാൻ ശ്രമിക്കുമ്പോൾ രണ്ടുപേർ ബൈക്കിൽ വന്ന് ചാലിസും തട്ടിപ്പറിച്ചു കൊണ്ട് പോകാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ടാണ് തിരിച്ചു കിട്ടിയത്. നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ചാലിസ് എന്നെ തിരിച്ചേൽപ്പിച്ചു. ഡാമിയൻ തുടർന്നു, അദ്ദേഹത്തിന് നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹം ഒരാഴ്ചത്തേന് ലീവിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഡാമിയൻ റോയിയോട് പറഞ്ഞു, ഞാൻ ബെർലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം ബെർലിനെ അറിയിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്താലും ആരും അറിയത്തില്ല. ഇത് കേൾക്കേണ്ട താമസം. റോയി ഉടൻ തന്നെ ബെർലിനെ കാണാൻ പുറപ്പെട്ടു. അതേസമയം ഹോട്ടലിൽ ബെർലിന്റെ റൂമിൽ ബെർലിന്റെ മൊബൈൽ ഇറങ്ങി കെമേലിയാണ് വിളിച്ചത്. കെമേലി പറഞ്ഞു, ഞാനിപ്പോ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ഞാൻ വിളിച്ചത് മെയിനായിട്ടും ഒരു കാര്യം പറയാനായിട്ടാണ്. എന്റെ വിവാഹം കഴിഞ്ഞതാണ്. 8 വർഷമായി. പക്ഷേ ഇത്രയും നാളെ കിട്ടാത്തൊരു സന്തോഷം താങ്കളുടെ കൂടെ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി. കമേലി ബെർലിനോട് ചോദിച്ചു, പാരീസിൽ താങ്കൾ ഇനി എത്ര നാളുണ്ടാവും? ബെർലിൻ പറഞ്ഞു, നാളെ ഞാൻ മടങ്ങും. അത് പറഞ്ഞുടനെ കമീലിയുടെ മുഖത്ത് ചെറിയൊരു വിഷമം നിഴലിക്കും. കമേലി പറഞ്ഞു, നമ്മൾ നേരിൽ കാണുമ്പോൾ ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അകത്തേക്ക് പോകും. ബെർലിൻ അകത്ത് കയറിയ ഉടനെ ഉള്ളിന്റെ ഉള്ളിലെ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകും. അപ്പോഴേക്കും റോയി അങ്ങോട്ടേക്ക് വരും. റോയ് റൂമിനകത്ത് കയറിയപ്പോൾ ബെർലിൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ബെർലിൻ പറഞ്ഞു, ഇന്ന് രാവിലെ കമേലി വിളിച്ചിരുന്നു. അവൾക്ക് എന്റെ കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ അവൾ വീണ്ടും വിളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഡോറിൽ ആരോ മുട്ടി. ബെർലിൻ ഉടനെ മോണിറ്ററിലേക്ക് നോക്കും. കമേലി അവിടെയൊന്നുമില്ല. അപ്പോഴും തന്നെ ബെർലിൻ മനസ്സിലായി പുറത്ത് കമേലിയാണ് വന്നിരിക്കുന്നതെന്ന്. അദ്ദേഹം പെട്ടെന്ന് ടെൻഷനാവും. കാരണം കമേലി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലാനിനെ മൊത്തത്തിൽ ബാധിക്കും. എങ്കിലും ഡോർ തുറന്ന് പുറത്തിറങ്ങും. കമേലി ചോദിച്ചു, അകത്തേക്ക് വരാമോ? ബെർലിൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണ് എന്നോട് വിവാഹിതയാണെന്നുള്ള കാര്യം പറഞ്ഞത്. എനിക്ക് സാധാരണ റിലേഷൻഷിപ്പ് വേണ്ട. ഈ റിലേഷൻ സ്പെഷ്യൽ ആയിരിക്കണം. അത് നിർബന്ധമാണ്. കമീല പറഞ്ഞു, ഞാൻ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ബുക്ക് വായിക്കും, മ്യൂസിക് കേൾക്കും, ഉറങ്ങാത്ത രാത്രികളിൽ പബ്ബിൽ പോകും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഒരുപാട് പേരോട് സംസാരിക്കും, തിരിച്ചു റൂമിൽ വരും, വീണ്ടും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഇരിക്കുകയാണ് താങ്കളെ കണ്ടത്. താങ്കൾ എനിക്ക് നല്ലൊരു കമ്പനിയാണെന്ന് തോന്നി. ഇത്രയും പറഞ്ഞ് കമീല തിരിച്ച് ലിഫ്റ്റിലേക്ക് നടക്കും. ബെർലിൻ അകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്യും. ബെർലിന് നല്ല വിഷമമുണ്ട്. റോയി പറഞ്ഞു, ഒരു കണക്ക് അവരെ ഒഴിവാക്കിയത് നല്ലതായി. അതിന് ബെർലിൻ മറുപടി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കമീലയെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. ടെലസ്കോപ്സ്, ക്യാമറ എല്ലാം അവർ കാണില്ലേ. നമ്മുടെ പ്ലാൻ എല്ലാം പുളി. ഇത്രയും നാളത്തെ നമ്മുടെ അധ്വാനം എല്ലാം വേസ്റ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്തേക്ക് ക്ഷണിക്കാതിരുന്നത്. എങ്കിലും ബെർലിന് കമീലയെ വിട്ടുകളയാൻ മനസ്സ് വന്നില്ല. ബെർലിൻ ഡോർ തുറന്ന് ഓടി ആ ലിഫ്റ്റിലേക്ക്. ലിഫ്റ്റിൽ കയറിയ ഉടനെ ബെർലിൻ കമീലയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. ബെർലിനും കമേലിയും പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രണയിച്ച് നടക്കും. അടുത്ത ദിവസം തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞയാൾ തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എന്നാണ് കമേലി കരുതുക. സത്യം അവൾ അറിയുന്നില്ലല്ലോ. അതേസമയം അങ്ങ് ചർച്ചിൽ കെയിലയും ബ്രൂസും ഓപ്ഷൻ സെന്ററിന്റെ ചുവര് കണ്ടെത്താനുള്ള തുരങ്കത്തിന്റെ പാത കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയിലയ്ക്ക് ബ്രൂസിനോട് ഒരു പ്രണയം തോന്നി തുടങ്ങി. പക്ഷേ അവൾ അത് പറയാതെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കെയിലും കാമറോണും അവരുടെ റൂമിൽ. കെയില് കാമറോണിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. കെയില പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി നല്ലോണം അറിയാം. എന്തൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്, എന്തൊക്കെ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ബുക്സ് എനിക്ക്
ഇഷ്ടമാണ്. ക്ലാസിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ബെസ്റ്റ് സെല്ലേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. ഫുഡ് ഐറ്റംസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് എനിക്ക് ഇഷ്ടമല്ല. ആണുങ്ങളുടെ കാര്യത്തിൽ നല്ല സ്മാർട്ടായിട്ട് വെൽ മാനേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏടാകൂടായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവര്, ബൈക്കിൽ ഷർട്ട് ഇല്ലാതെ പോകുന്നവര്, അവരെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്റെ ഈ ഇഷ്ടങ്ങളെല്ലാം മാറി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രൂസിന്റെ കാര്യമാണ്. ഷർട്ട് ഇടാതെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ എന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മുഖം തന്നെ വീണ്ടും വീണ്ടും കടന്നു വരുന്നു. എന്താണ് ഈ അവസ്ഥയെന്ന് നിനക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? കാമറോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കെയ്ല പറഞ്ഞു. ഒരിക്കലും ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുമില്ല. കെയ്ല പറഞ്ഞു. അവനൊരു 24 വയസ്സായിട്ടുണ്ടാവും, എനിക്കാണെങ്കിൽ 36 വയസ്സുണ്ട്. കാമറോൺ പറഞ്ഞു. അതിനെന്താണ്? നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നീ അത് പറയണം. അവനും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇനി എന്തേലും പ്രശ്നമുണ്ടെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഏരിയയിലോട്ടേ പോകണ്ട. ആ ആഗ്രഹം മറന്നു കളയുന്നതാണ് നല്ലത്. കെയ്ല് ചോദിച്ചു. പ്രണയത്തെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? പ്രണയത്തിന് ഓരോരോ സമയത്ത് ഓരോരോ രീതിയാണ്. ചില സമയത്ത് അത് നമുക്ക് ആകുലത തരും. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവും. വിട്ടുപോയാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. അതുകൊണ്ട് ആലോചിച്ച് നീ ഒരു തീരുമാനമെടുക്കുക. കാമറോണിന്റെ ഈ ഡയലോഗിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൾക്ക് എന്തോ ഒരു വിഷമമുള്ള പാസ്റ്റ് ഉണ്ടെന്ന്. കാമറോൺ ഉടൻ തന്നെ എഴുന്നേറ്റ് മ്യൂസിക് പ്ലേ ചെയ്ത് ഡാൻസ് തുടങ്ങും. കെയ്ലയെ വിളിക്കുമെങ്കിലും ആദ്യം വരില്ല. കാമറൂൺ നിർബന്ധിച്ച് ഡാൻസ് ചെയ്യിക്കും. ഈ ശബ്ദമെല്ലാം കേട്ട് ആദ്യം ബ്രൂസ് ആ റൂമിലേക്ക് കടന്നു വരും. അത് കഴിഞ്ഞ് റോയി. അന്നത്തെ രാത്രി അവർ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഡാൻസും പാട്ടുമായിട്ട് അവിടെ കൂടും. അടുത്ത ദിവസം ചർച്ചിൽ ടണൽ കുഴിക്കുന്നിടത്ത് അവർ ആ ഓപ്ഷൻ ഹൗസിന്റെ ചുവര് കണ്ടെത്തും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പഴയ മീറ്റിംഗിൽ ബെർലിനും ഡാമിയനും സംസാരിക്കുന്നു. ഡാമിയൻ പറഞ്ഞു, നമ്മൾ ഓപ്ഷൻ ഹൗസിന്റെ ചുവർ കണ്ടെത്തി കഴിഞ്ഞാൽ ടണൽ കുഴിക്കുന്ന ജോലി തീർന്നു എന്നാണ് അർത്ഥം. ഡാമിയൻ തുടർന്നു. നമ്മൾ ഉണ്ടാക്കിയ ടണലിൽ നിന്നും ഓപ്ഷൻ ഹൗസിന്റെ നിലവറയിലേക്ക് കടക്കണമെങ്കിൽ 3 ചുവരുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഒന്നാമത്തേത് ഇപ്പോൾ കണ്ടെത്തിയ കട്ടകൾ കൊണ്ടുള്ള ചുവര്, രണ്ടാമത്തേത് കോൺക്രീറ്റിനാൽ നിർമ്മിച്ച ചുവര്, മൂന്നാമത്തേത് സ്റ്റീല് കൊണ്ടുണ്ടാക്കിയ ചുവര്, അതായത് ആ നിലവറ. നമ്മൾ അടിച്ചു മാറ്റേണ്ട ജുവൽസ് എല്ലാം ഇരിക്കുന്നത് ആ നിലവറയിലാണ്. നമ്മൾ ആദ്യത്തെ ചുവര് ബ്രേക്ക് ചെയ്ത് അകത്ത് കടക്കുമ്പോൾ അവിടെയാണ് പൈപ്പ് ലൈന്, സപ്ലൈ ബോക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബോക്സ്, പിന്നെ സാനിറ്ററി ലൈൻ എല്ലാം കടന്നു പോകുന്നത്. ആ കോൺക്രീറ്റ് ചുവരുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അയൺ റോഡ് കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ആ കോൺക്രീറ്റ് ചുവരും നിലവറയ്ക്കും ഇടയിലുള്ള സ്പേസിൽ CCTV ക്യാമറയുണ്ട്. അതിന്റെ വിഷ്വല് പുറത്തിരിക്കുന്ന സെക്യൂരിറ്റീസ് 24/7 വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിലവില് 2 സെക്യൂരിറ്റീസ് ആണ് ഉള്ളത്. ഒരാള് ഓപ്ഷൻ ഹൗസിന്റെ റിസപ്ഷനിലിരുന്ന് CCTV വാച്ച് ചെയ്യും. രണ്ടാമത്തെ ആള് ആ നിലവറയുടെ മുന്നിലിരുന്ന് ക്യാമറ വാച്ച് ചെയ്യും. ആ ടൈമിലാണ് നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റുന്നതെങ്കിൽ പിടിക്കപ്പെടും. നമ്മൾ ആ കോൺക്രീറ്റ് വാൾ കട്ട് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി അവിടെ ഉണ്ടാവാൻ പാടില്ല. ഡാമിയൻ പറഞ്ഞു. അതിന് നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെക്യൂരിറ്റി ഗാർഡ്സിനെ 24/7 വാച്ച് ചെയ്യും. അവർ അവിടെ എന്തൊക്കെ ചെയ്യുന്നു, അവരാരോടൊക്കെ സംസാരിക്കുന്നു എന്നെല്ലാം. അങ്ങനെ ബ്രൂസ് അവരെ ഫോളോ ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാകും അവരെല്ലാ ദിവസവും ഫുഡ് പുറത്തു നിന്നാണ് ഓർഡർ ചെയ്യുന്നത്, അതും പിസ. അതേസമയം കെയ്ല തുരങ്കത്തിലൂടെ ബ്രേക്ക് ചെയ്ത ആദ്യത്തെ ചുവര് കടന്നു. ആ ചേംബറിൽ കൂടെയാണല്ലോ ഓപ്ഷൻ ഹൗസിലോട്ടുള്ള എല്ലാ സപ്ലൈയും പൈപ്പ് ലൈനുകളും പോകുന്നത്. കെയ്ല ടെലഫോൺ ബോക്സ് ഓപ്പൺ ചെയ്ത് റിസപ്ഷനിലോട്ടുള്ള ടെലഫോൺ ലൈൻ ഹാക്ക് ചെയ്യും. പതിവ് പോലെ സെക്യൂരിറ്റി ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കോൾ ചെയ്തു. പക്ഷേ ആ കോള് പിക്ക് ചെയ്യുന്നത് കെയ്ലയാണ്. അവർക്ക് വേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഓർഡർ എടുത്ത് കോള് കട്ട് ചെയ്യും. ബ്രൂസ് ആണ് അവരുടെ ഫുഡുമായിട്ട് ചെല്ലുന്നത്. അവരുടെ പിസ തണുത്തിട്ടുണ്ടാവും. അവര് ഓർഡർ ചെയ്ത ബിയർ അല്ല കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ബ്രൂസ് അവർക്ക് കൊടുക്കാവുന്ന അത്രയും തൊല്ല കൊടുക്കും. ആ ഗാർഡിൽ ഒരാളെ കയറി നല്ലോണം ചൊറിയും. ഉടൻ തന്നെ ആ ഗാർഡ് രണ്ടാമത്തെ ഗാർഡിനെ കൂടെ വിളിച്ച് മുകളിലേക്ക് വരുത്തും. ബെർലിന്റെയും ഡാമിന്റെയും പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സമയം ആ 2 സെക്യൂരിറ്റിമാരെയും മോണിറ്ററിന്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്തുക. ആ സമയം കൊണ്ട് അവർക്ക് ആ കോൺക്രീറ്റ് വാള് ബ്രേക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെക്യൂരിറ്റിയും മുകളിലെത്തിയ ഉടൻ തന്നെ ബ്രൂസ് റോയ്ക്ക് സിഗ്നൽ കൊടുക്കും. റോയ് ആ കോൺക്രീറ്റ് ബ്ലോക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഇരുമ്പ് റോഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റും. ഉടൻ തന്നെ കാമറോൺ ഒരു കുഞ്ഞു ബുൾഡോസർ ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് ബ്ലോക്ക് പറിച്ചു മാറ്റും. ബെർലിൻ പറഞ്ഞു, പിന്നെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ ആ കോൺക്രീറ്റ് വാള് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും സ്യൂട്ടും ഗ്ലൗസും ധരിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ഫിംഗർ പ്രിന്റ്, ഹെയർ ഒന്നും അവിടെ നിന്ന് ആർക്കും കിട്ടരുത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ആരും വന്നതിന് ഒരു തെളിവും ഉണ്ടാവരുത്. ഡാമിയനും കെയ്ലയും ഉള്ളിലേക്ക് കടക്കും. CCTVയിൽ അത് റെക്കോർഡുമാവും. ഉള്ളിൽ കടന്ന ഉടൻ തന്നെ കെയ്ല ഓരോ ക്യാമറയായിട്ട് കട്ട് ചെയ്യും. പക്ഷേ 4ാമത്തെ ക്യാമറയുടെ വയർ കട്ട് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കാതെ മറ്റൊരു വയറും കൂടെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് സിഗ്നലും കട്ടാവും. കെയ്ല പാനിക്കാം. ഡാമിയൻ കെയ്ലയെ സമാധാനിപ്പിക്കും. ശ്രദ്ധിച്ചു നോക്കൂ, ഫ്യൂസ് പോയിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഫ്യൂസ് ബോക്സ് ഓപ്പൺ ചെയ്ത് കത്തിപ്പോയ ഫ്യൂസ് കണ്ടുപിടിച്ച്
കെയ്ല അത് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ആ 4 ക്യാമറയും എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിവൈസിൽ കണക്ട് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ആ ഡിവൈസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ത് കാണണമെന്ന് ഇവർക്ക് തീരുമാനിക്കും. അതേസമയം മുകളിൽ ബ്രൂസ് അവിടെയുള്ള സാധനങ്ങൾ ഓരോന്ന് തട്ടിയിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അതിലൊരു ഗാർഡിന് അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ബ്രൂസിനെ ആഞ്ഞൊരു പഞ്ച്. സത്യത്തിൽ ഇതും ഇവരുടെ പ്ലാനിലുള്ളതാണ്. ഉടൻ തന്നെ ബ്രൂസ് പല്ലിനിടയിൽ കടിച്ചു വെച്ചിരുന്ന ഒരു പില്ല് കടിച്ചു പൊട്ടിച്ച് നുരയും പതയും വരുന്ന രീതിക്ക് അഭിനയിക്കും. ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്ന സെക്യൂരിറ്റി ഉടൻ തന്നെ ഒരു സ്പൂൺ എടുത്ത് ബ്രൂസിന് കടിക്കാൻ കൊടുക്കും. അതേസമയം അകത്ത് കോൺക്രീറ്റ് ചേംബറിനുള്ളിൽ കെയ്ല ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കട്ടായ സിഗ്നൽ എല്ലാം സെറ്റാവും. മോണിറ്ററിൽ ക്യാമറയുടെ വിഷ്വൽ വന്നു തുടങ്ങും. ഉടൻ തന്നെ ഡാമിയൻ പറഞ്ഞു, കെയ്ല നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ കെയ്ല തിരിച്ച് ആ പൊളിച്ച ബ്ലോക്കിലൂടെ പുറത്തിറങ്ങും. അതേസമയം മുകളിൽ ബ്രൂസിന്റെ മുഖത്ത് സെക്യൂരിറ്റി ഗാർഡ് കുറച്ച് വെള്ളം തളിക്കും. അപ്പോൾ ബ്രൂസ് ബോധം വന്നതായി അഭിനയിച്ച് മെല്ലെ എഴുന്നേൽക്കും. ബ്രൂസിനെ പഞ്ച് ചെയ്ത സെക്യൂരിറ്റി ബ്രൂസിന് കുറച്ച് കാശൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. ഡാമിയൻ ആ ബോക്സ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് അവിടെ നിറങ്ങും. ക്യാമറോൺ ആ ബുൾഡോസർ ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് ബ്ലോക്ക് ഇരുന്ന പോലെ തന്നെ തിരിച്ച് പ്ലേസ് ചെയ്യും. ബ്രൂസ് പോയ ഉടൻ തന്നെ ആ സെക്യൂരിറ്റിമാർ തിരിച്ച് അവരുടെ സീറ്റിൽ വന്നിരുന്ന് ക്യാമറ ചെക്ക് ചെയ്യും. ഒന്നിനും ഒരു മാറ്റവുമില്ല. അകത്ത് കയറിയ കെയ്ല അവളുടെ മോണിറ്ററിൽ ആ ക്യാമറയുടെ വിഷ്വൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മാത്രമല്ല കെയ്ലയും ഡാമിയനും ഉള്ളിൽ പോയ വിഷ്വൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരും.